നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിതിൻ ഷാജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. ഒരു സ്മാർട്ട് ഹോമിന് തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. സംസ്ഥാനത്ത് ഇന്ന് 7020 പേർക്ക് കൂടി കോവിഡ്. ഇടുക്കി ജില്ലയിൽ 4 വയസ്സുകാരനുൾപ്പെടെ 168 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 66 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഉപ്പുതറ 10 ഏക്കറിൽ തടി മാഫിയ പിടിമുറുക്കുന്നു. 10 ഏക്കർ കല്ലുകാട്ടിലാണ് പീരുമേട് ടീ കമ്പനി വക തൊഴിലാളികൾക്ക് വീതിച്ചു നൽകിയ സ്ഥലത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തേക്ക് തടിയടക്കം മുറിച്ചു കടന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതായി ആരോപണം. ഇത്തരത്തിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലറും കുമളി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടി. എന്നാൽ കുമളി ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് വന്നത് ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവാകാമെന്ന് നഗരസഭാ കൗൺസിലർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണത്തിന് മാർഗനിർദ്ദേശങ്ങൾ ഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ പ്രചരണത്തിൽ ഉപയോഗിക്കാം, എന്നാൽ പ്ലാസ്റ്റിക് PVC വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തും. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് നബിദിനം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ റാലിയോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെയാണ് വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 7020 പേർക്ക് കൂടി കോവിഡ്. ഇടുക്കി ജില്ലയിൽ 4 വയസ്സുകാരനുൾപ്പെടെ 168 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 66 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് ഇന്ന് 7020 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 168 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നുമെത്തിയവരുമാണ്. 6037 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 7034 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 8474 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സംസ്ഥാനത്ത് 91,784 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളതും. 3,25,166 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തിയും നേടി. ഇടുക്കി ജില്ലയിൽ നിന്ന് 168 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇതിൽ 137 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 28 പേർക്കാണ് പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചതും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 22 പേർക്കും, ഏലപ്പാറ പഞ്ചായത്തിൽ 10 പേർക്കും, മറയൂർ പഞ്ചായത്തിൽ 9 പേർക്കും, പാമ്പാടുംപാറ പഞ്ചായത്തിൽ 8 പേർക്കും, കാഞ്ചിയാർ കരിമണ്ണൂർ പഞ്ചായത്തുകളിൽ 7 പേർക്ക് വീതവും, അടിമാലി കൊക്കയാർ നെടുങ്കണ്ടം പഞ്ചായത്തുകളിൽ 6 പേർക്ക് വീതവും, അറക്കുളം ഇടവെട്ടി കുമാരമംഗലം എന്നീ പഞ്ചായത്തുകളിൽ 5 പേർക്ക് വീതവും, മണക്കാട് വണ്ടിപ്പെരിയാർ വണ്ണപ്പുറം എന്നീ പഞ്ചായത്തുകളിൽ 4 പേർക്ക് വീതവും, വാഴത്തോപ്പ് പഞ്ചായത്തിൽ 3 പേർക്കും, ആലക്കോട് ചിന്നക്കനാൽ ദേവികുളം കരുണാപുരം രാജകുമാരി ഉടുമ്പൻചോല ഉപ്പുതറ എന്നീ പഞ്ചായത്തുകളിൽ 2 പേർക്ക് വീതവും, അയ്യപ്പൻ കോവിൽ ബൈസൺ വാലി കരിങ്കുന്നം കോടിക്കുളം കുടയത്തൂർ കുമളി മൂന്നാർ മുട്ടം പള്ളിവാസൽ പീരുമേട് പെരുവന്താനം രാജാക്കാട് ശാന്തൻപാറ സേനാപതി എന്നീ പഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിലും ഓരോരുത്തർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാത്ത 20 കേസുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടവെട്ടി സ്വദേശിയുടെയും മൂലമറ്റം സ്വദേശിയുടെയും മൂലമറ്റം സ്വദേശിനിയുടെയും കഞ്ഞിക്കുഴി പുന്നിയാർ സ്വദേശിയുടെയും കോടിക്കുളം സ്വദേശിയുടെയും കാഞ്ഞാർ സ്വദേശിയുടെയും കരുണാപുരം സ്വദേശിയുടെയും കരിങ്കുന്നം സ്വദേശിയുടെയും തൊടുപുഴ സ്വദേശിയുടെയും ഇടവെട്ടി സ്വദേശിനിയുടെയും ചിന്നക്കനാൽ സ്വദേശിയുടെയും രാജാക്കാട് സ്വദേശിയുടെയും രാജകുമാരി സ്വദേശികളായ 2 പേരുടെയും കാഞ്ചിയാർ നെരിയമ്പാറ സ്വദേശിനിയുടെയും ഏലപ്പാറ സ്വദേശിയുടെയും കൊക്കയാർ സ്വദേശിയായ 4 വയസ്സുകാരന്റെയും പെരുവന്താനം സ്വദേശിയുടെയും വണ്ടിപ്പെരിയാർ സ്വദേശിയുടെയും അയ്യപ്പൻ കോവിൽ മേരികുളം സ്വദേശിയുടെയും രോഗ ഉറവിടമാണ് വ്യക്തമല്ലാത്തത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ 11 പേർക്കും ജില്ലയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ജില്ലയിലാകെ 1828 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിൽ കഴിയുന്നത്. 5235 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തിയും നേടിയിട്ടുണ്ട്. 9523 പേർ വീടുകളിലും 412 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ.
ഉപ്പുതറ 10 ഏക്കറിൽ തടിമാഫിയ പിടിമുറുക്കുന്നു. 10 ഏക്കർ കല്ലുകാട്ടിലാണ് പീരുമേട് ടീ കമ്പനി വക തൊഴിലാളികൾക്ക് വീതിച്ചു നൽകിയ സ്ഥലത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തേക്ക് തടിയടക്കം മുറിച്ചു കടത്തുന്നു. പീരുമേട് ടീ കമ്പനി ഉടമ ഉപേക്ഷിച്ചു പോയിട്ട് 20 വർഷം പിന്നിട്ടു. ഇതിനുശേഷം തോട്ടം തൊഴിലാളികൾക്ക് വീതിച്ചു നൽകുകയായിരുന്നു. തോട്ടം പൂട്ടിയ സമയത്ത് തോട്ടത്തിലെ വലിയ മരങ്ങൾ മുഴുവനും അന്ന് മോഷ്ടാക്കൾ അപഹരിച്ചിരുന്നു. പിന്നീട് മോഷണം വിരളമായിരുന്നു. അന്നുണ്ടായിരുന്ന ചെറിയ മരങ്ങൾ വലുതായതോടെ തടിമാഫിയ വീണ്ടും സജീവമായി. കഴിഞ്ഞ ദിവസങ്ങളിലായി കല്ലുകാട്ടിൽ നിന്ന് വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തുകയാണ്. രാത്രിയുടെ മറ പിടിച്ചാണ് തടിമാഫിയ മരങ്ങൾ മുറിച്ചു കടത്തുന്നതും. തേക്ക് തടിയടക്കമുള്ള മരങ്ങൾ വൻതോതിലാണ് മുറിച്ചു കടത്തിയിരിക്കുന്നതും. കുറിച്ച് ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് അന്വേഷണം നടത്താമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞാൽ അവർ ക്വാറന്റൈനിലാണ്, അത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. മരങ്ങൾ മുറിച്ചു കടത്തുവാൻ വാഹനം എത്തിക്കുന്നതിനായി വഴിയും നിർമ്മിച്ചിട്ടുണ്ട്. തേക്ക്, നീർവേങ്ങ, ചന്ദനവേമ്പ് തുടങ്ങിയ മരങ്ങളാണ് മുറിച്ചു കടത്തിയിരിക്കുന്നതും. വ്യാപകമായ രീതിയിലുള്ള തടി വെട്ടിക്കടത്തുന്നതാണ്. ഒരു തടി മാഫിയകളെ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വൻ മരങ്ങളാണ്, തേക്ക് ഉൾപ്പെടെയുള്ള വൻ മരങ്ങളാണ്, ചന്ദനവേമ്പ്, അതുപോലെ ലൂക്കാലി, വേമ്പ് ഉൾപ്പെടെയുള്ള വൻ മരങ്ങൾ വെട്ടിക്കടത്തിക്കൊണ്ട് പോകുമ്പോൾ പോലീസിനെ ഫോറസ്റ്റിന് ഉൾപ്പെടെയുള്ള നമ്മൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു നടപടിയും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ മുറിച്ചു കടത്തി കഴിഞ്ഞു. തോട്ടത്തിൽ നിൽക്കുന്ന മരങ്ങളിൽ ചിലത് വെട്ടിക്കിടത്താനുള്ള എളുപ്പത്തിന് പാതി മുറിച്ച നിലയിലുമാണ്. എസ്റ്റേറ്റിൽ നിന്നും ഒരുപാട് തേക്കുന്നടികൾ, വൻ തേക്കുന്നടികൾ മുറിച്ചു കടത്തുന്നതാണ്. ഇപ്പോഴും പല തേക്കുന്നടികളും പകുതി മുറിച്ച് നിർത്തിയേക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വൻ മാഫിയകളാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത്. അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഫോറസ്റ്റിനോടും പോലീസിനോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം തവാരണയിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നും ഒരു തേക്കുമരം മുറിച്ചു കടത്തിയിരുന്നു. തൊഴിലാളികളെ മറിയാക്കിയാണ് മരം മോഷ്ടിച്ചു കടത്തുന്നതും. കല്ലുകാട്ടിലെ സ്ഥലത്ത് ഒരു തേക്കിന്റെ വൻമരം മെഷീൻ വാൾ ഉപയോഗിച്ച് പാതി മുറിച്ചു നിർത്തിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ എത്തുന്നതുകൊണ്ട് ഇറങ്ങി നോക്കുവാൻ നാട്ടുകാർക്ക് ഭയമാണ്. തടിമോഷ്ടാക്കളെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതായി ആരോപണം. ഇത്തരത്തിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലറും കുമളി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടി. സംഭവം വിവാദമായതിനെ തുടർന്ന് പഞ്ചായത്ത് പേര് നീക്കം ചെയ്തു. കട്ടപ്പന നഗരസഭ മുൻ ചെയർമാനും നിലവിൽ കൗൺസിലറുമായ ജോണി കുളമ്പള്ളി വർഷങ്ങളായി നഗരസഭയിലെ 14-ാം വാർഡിലെ വോട്ടറാണ്. ഇതിനു പുറമെയാണ് കുമളി പഞ്ചായത്ത് 12-ാം വാർഡിലെ പട്ടികയിൽ പേര് ചേർത്തത്. ബന്ധുവിന്റെ വീടിന്റെ നമ്പർ ഉപയോഗിച്ചാണ് അപേക്ഷ നൽകിയത്. ഇതോടെ 2 സ്ഥലത്ത് വോട്ടുള്ളയാളായി ജോണി കുളമ്പള്ളി. ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും വേണ്ടി കോൺഗ്രസിന്റെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ജനപ്രതിനിധിയെ തന്നെ 2 വോട്ടർ പട്ടികയിൽ 2 സ്ഥലത്ത്, കട്ടപ്പനയിലെ മുനിസിപ്പാലിറ്റിയിൽ വോട്ടുണ്ട്, ഇപ്പോൾ കുമളി ഗ്രാമപഞ്ചായത്തിൽ വോട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പരാതി ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ വോട്ടർമാർക്ക് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുവാൻ കഴിയില്ല. അതിനാലാണ് പഞ്ചായത്തുകളിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ നേതാക്കൾ ശ്രമിക്കുന്നതും. മുനിസിപ്പൽ പരിധിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവകാശമില്ലാത്തതാണ്. അതും ബോധപൂർവം മറന്നുകൊണ്ട് അദ്ദേഹം കുമളി പഞ്ചായത്തിലേക്ക് വോട്ടറായി വന്നത് നിയമലംഘനമാണ്. അതേസമയം ഓൺലൈനായി അപേക്ഷ നൽകുക മാത്രമാണ് ചെയ്തതെന്നും ഹിയറിംഗ് നടത്താതെ പേര് ചേർത്തത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നുമാണ് ജോണി കുളമ്പള്ളിയുടെ വിശദീകരണം. പേര് നീക്കണമെന്ന ആവശ്യവുമായി സമീപിച്ചതോടെ ജീവനക്കാർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇതുപോലെ നിരവധി പേർ വിവിധ പഞ്ചായത്തുകളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നതും. ഇടുക്കി വിഷൻ ന്യൂസ്, കുമളി. കുമളി ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് വന്നത് ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവാകാമെന്ന് ജോണി കുളമ്പള്ളി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് ഇതുവരെ നടന്നിട്ടില്ലെന്നും ജോണി കുളമ്പള്ളി കട്ടപ്പനയിൽ പറഞ്ഞു. വർഷങ്ങളായി കട്ടപ്പന നഗരസഭയിലെ 14-ാം വാർഡിലെ വോട്ടറാണ് മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ ജോണി കുളമ്പള്ളി. ഇതിനു പുറമെ കല്യാണത്തിന്റെ വാർഡിലെ ജനപ്രതിനിധി കൂടിയാണ് ഇദ്ദേഹം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജില്ലയിൽ ഇരട്ട വോട്ടുകൾ വ്യാപകമാകുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് UDFനെ വെട്ടിലാക്കി ജോണി കുളമ്പള്ളിയുടെ പേര് കുമളി ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നത്. എന്നാൽ തനിക്ക് നേരെയുണ്ടായ ആരോപണം പൂർണ്ണമായും ജോണി കുളമ്പള്ളി തള്ളിക്കളഞ്ഞു. കുമളിയിലെ 12-ാം വാർഡ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ ഓൺലൈനായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഹിയറിംഗ് നടക്കാതെ വന്നതോടെ ഈ ശ്രമം ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ പട്ടികയിൽ പേര് വന്നത് ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ച മൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
കുമളി ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് ഓൺലൈനിൽ ഒരു അപേക്ഷ ഞാൻ നേരത്തെ കൊടുത്തത് സത്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് നമ്മളതിൻ്റെ ഹിയറിങ്ങിന് പോവുകയോ അതുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ഹാജരാക്കുകയോ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളത് പിന്നെ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അങ്ങ് ഒഴിവാക്കി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ വോട്ടർ പട്ടികയ്ക്കകത്ത് കൃത്യമായിട്ട് പേരുണ്ട്, നിലയിൽ അച്ചടിച്ച് വരികയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ രണ്ടിടത്ത് കുമളി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ മുനിസിപ്പാലിറ്റി ക്യാൻസൽ ചെയ്യില്ലായിരുന്നു. ഞാൻ ക്യാൻസൽ ചെയ്തതിൻ്റെ കാര്യം അപ്പുറത്ത് വേണ്ടാന്നുള്ള നിലയ്ക്ക് അത് താല്പര്യമില്ലാത്ത നിലയ്ക്ക് ഞാൻ ഉപേക്ഷിക്കുകയത്, അത് റിജക്റ്റ് ചെയ്ത് സെക്രട്ടറി അപ്പം തന്നെ അത് കളയുകയും ചെയ്തു. ഇപ്പോൾ അവിടെ വോട്ടർ പട്ടിക പേര് കയറി വന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഓഫീസിൽ ക്ലർക്കൽ മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യത, അത് അവർ പരിഹരിക്കേണ്ട കാര്യമാണ്. ഞാനത് ശ്രദ്ധ പറഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അത് വരത്തില്ല, ഞങ്ങൾക്ക് ബസ് പറ്റി പോയി കയറുകയാണ്, അത് മരിച്ചവരുടെ എല്ലാം കയറി വന്നിട്ടുണ്ട്, അത് ഓഫീസിലുണ്ടായിരുന്ന ബസ്സൊക്കെയാണ് എന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ അത് അത്രേ ഉള്ളൂ, അല്ലാതെ ഒരു വിവാദമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പട്ടികയിൽ പേര് വന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നുവെന്നും പേര് ഒഴിവാക്കുവാൻ നിർദ്ദേശിച്ചതായും ജോണി കുളമ്പള്ളി പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണത്തിന് മാർഗനിർദ്ദേശങ്ങൾ ഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ പ്രചാരണത്തിന് ഉപയോഗിക്കാം, എന്നാൽ പ്ലാസ്റ്റിക്, PVC വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്ലാസ്റ്റിക്, PVC വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയത്. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും പ്രചാരണത്തിനായി ബോർഡ്, ബാനർ, ഹോർഡിംഗ് തുടങ്ങിയവ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയതും. പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ അലിയുന്നതും പുനരുപയോഗിക്കാവുന്നതുമായ വസ്തുക്കൾ മാത്രമാണ് അനുവദനീയമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വി ഭാസ്കരൻ അറിയിച്ചു. പ്രശ്നബാധിത ബൂത്തുകൾ ജില്ലാ പോലീസ് മേധാവിയുടെ സഹായത്തോടെ നിശ്ചയിച്ച വോട്ടെടുപ്പിന് ആവശ്യമെങ്കിൽ വീഡിയോഗ്രാഫി ഏർപ്പെടുത്തുവാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് നബിദിനം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ റാലിയോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെയാണ് വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചത്. ഓൺലൈൻ മുഖേനയാണ് പരമാവധി കലാപരിപാടികൾ നടത്തിയത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിന സ്മരണകൾ ഉയർത്തി ഇസ്ലാം വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി പിറവിയെടുത്ത മുഹമ്മദ് നബിയുടെ 1493 ജന്മദിനമാണിന്ന്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നബിദിന സന്ദേശ റാലിയോ ആഘോഷങ്ങളോ എല്ലാം ഒഴിവാക്കിയായിരുന്നു ആഘോഷം. പള്ളികളിലെ പ്രാർത്ഥനയിൽ പരിമിതമായ ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ വിശ്വാസികളിലെത്തിക്കാൻ വിവിധ പള്ളി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓൺലൈൻ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പുലർച്ചെ പ്രഭാത നിസ്കാരത്തിന് മുമ്പേ പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളുമായാണ് വിശ്വാസി ലോകം നബിദിനത്തെ വരവേൽക്കുക. പള്ളികളിലും മദ്രസകളിലും വിശ്വാസികൾ ഒത്തുകൂടി സന്തോഷം പങ്കുവെക്കുന്നതും നബിദിനത്തിന്റെ പ്രധാന ചടങ്ങാണ്. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ പള്ളികളിലെ പ്രാർത്ഥന കുറച്ചുപേർക്ക് മാത്രമായി ചുരുങ്ങി. റാലിയോ മറ്റ് ആഘോഷ പരിപാടികളോ ഒന്നുമില്ലാതെയാണ് വിശ്വാസികൾ ഈ വർഷത്തെ നബിദിനത്തെ വരവേറ്റത്. പ്രവാചക പിറവിയുടെ പുണ്യ സ്മരണകൾ ഉയർത്തുന്ന സന്ദേശ ജാഥകൾ, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയാണ് നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കാറുള്ളത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഇത്തവണ പരമാവധി കലാപരിപാടികൾ ഓൺലൈൻ മുഖേനയാണ് നടന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസി സമൂഹം നബിദിനം ആഘോഷിച്ചത്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനവാസ മേഖലകളെ ഒഴിവാക്കിയുള്ള ഭേദഗതിക്ക് ശുപാർശകൾ സമർപ്പിച്ചു. ഇടുക്കി ഉൾപ്പെടെ 4 സങ്കേതങ്ങളാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ശുപാർശ കൈമാറിയത്. ഇത് ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും. വന്യജീവി സങ്കേതത്തിന്റെ പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കിയുള്ള ഭേദഗതിക്ക് ഇതുവരെ 4 സങ്കേതങ്ങളുടെ ശുപാർശകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇടുക്കി, മലബാർ, ആറളം, കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളുടെ ശുപാർശകളാണ് കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറിയത്. സംസ്ഥാനത്താകെ 23 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. ചൂളന്നൂർ മയിൽ സങ്കേതം, ചെന്തുരുണി, പീച്ചി, വാഴാനി വന്യജീവി സങ്കേതങ്ങൾ, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവയുടെ ശുപാർശകളാണ് DFOമാർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൈമാറിയിട്ടുള്ളത്. ഇവ ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും. വന്യജീവി സങ്കേതങ്ങൾക്ക് 1 കിലോമീറ്റർ വരെ മാത്രം ചുറ്റളവിൽ പരിസ്ഥിതിയിലോല മേഖല നിശ്ചയിച്ചും ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കിയും ഭേദഗതി റിപ്പോർട്ട് നൽകാനുള്ള ഉന്നതതല യോഗ തീരുമാനപ്രകാരമാണ് നടപടി. ശുപാർശ സമർപ്പിക്കുവാൻ 2 മാസം കൂടി കേന്ദ്രം അനുമതി നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.
പട്ടയപ്പകർപ്പ് നൽകുവാൻ റവന്യൂ വകുപ്പിന്റെ പുതിയ ഉത്തരവ്. ഫയൽ നഷ്ടപ്പെടുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്ത സാഹചര്യത്തിൽ ഭൂപതിവ നിയമങ്ങൾ പ്രകാരമുള്ള പട്ടയപ്പകർപ്പ് അല്ലെങ്കിൽ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൈവശക്കാരന് നൽകാം. ഇതിനായി 16 ഇറക്കിയ സർക്കുലറും റദ്ദാക്കി. പട്ടയം സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ലാത്തതും റവന്യൂ രേഖകളിൽ അതിന് അനുസൃതമായി മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലാത്തതുമായ കേസുകളിൽ നിലവിലെ കൈവശക്കാരന്റെ അർഹത പരിശോധിച്ച് പട്ടയം അനുവദിക്കാമെന്ന നിർദ്ദേശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയാക്കുമെന്ന് കണ്ടതിനാലാണ് പഴയത് റദ്ദാക്കിയത്. ഇത് വ്യാജ പട്ടയങ്ങൾ സാധൂകരിക്കുവാനും ക്രമക്കേടുകൾ നടക്കുവാനും ഇടയുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പുതിയ ഉത്തരവിറക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അസൽ പട്ടയം ഇല്ലാതിരിക്കുകയും വില്ലേജ് രേഖകളിൽ മാറ്റം വരുത്തുകയും എന്നാൽ പതിവ് അധികാരിയുടെ ഓഫീസിൽ ഫയൽ നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്ത കേസുകളിൽ റീസർവേ ലാൻഡ് രജിസ്റ്റർ, സംയുക്ത പരിശോധനാ റിപ്പോർട്ട്, പതിവ് കമ്മിറ്റി യോഗ മിനിറ്റ്സ് എന്നിവ പരിശോധിക്കണമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു. മുൻ ഉത്തരവിൽ വില്ലേജ് രേഖയിൽ മാറ്റം വരുത്താത്ത എന്ന ഭാഗം മാറ്റം വരുത്തിയത് എന്നാക്കി. വനഭൂമി ചേരുന്ന പ്രദേശങ്ങളിൽ റേഞ്ച് ഓഫീസറുടെ നിരാക്ഷേപ പത്രം വേണമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് പട്ടയഭൂമിയെന്ന ഉറപ്പാക്കി തഹസിൽദാർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ കളക്ടർക്ക് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകാം. ഭൂമിയുടെ ജിയോ കോർഡിനേറ്റുകൾ ശേഖരിച്ച് പുതിയ സ്കെച്ച് തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട്. കൈവശക്കാരന് പട്ടയം നഷ്ടപ്പെട്ടാലും ഓഫീസുകളിൽ ഫയലും മറ്റ് രേഖകളും ലഭ്യമാണെങ്കിൽ RTOയ്ക്ക് തഹസിൽദാർ റിപ്പോർട്ട് നൽകണം. ഇതു പരിശോധിച്ച് കൈവശക്കാരനെ ബോധ്യപ്പെട്ട് കളക്ടർ സർട്ടിഫിക്കറ്റ് നൽകണം. കൈവശക്കാരന്റെ പക്കൽ പട്ടയം ഉണ്ടായിരിക്കുകയും വില്ലേജ് ഓഫീസുകളിൽ ഇതുപ്രകാരം മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലാത്തതുമായ കേസുകളിൽ രജിസ്റ്ററുകളും രേഖകളും പരിശോധിച്ച് കൈവശഭൂമിയും പട്ടയഭൂമിയും ഒന്നാണെന്ന് തഹസിൽദാർ ഉറപ്പാക്കണം. RTO വഴി നൽകുന്ന റിപ്പോർട്ട് പരിശോധിച്ച് കളക്ടർക്ക് സർട്ടിഫിക്കറ്റ് നൽകാം. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. ഇടുക്കി ന്യൂമാൻ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും 300ഓളം ആന്തൂറിയം ചെടികൾ മോഷണം പോയി. കഴിഞ്ഞ രാത്രിയിലാണ് മോഷ്ടാക്കൾ ആന്തൂറിയം ചെടികൾ കടത്തിക്കൊണ്ടുപോയത്. ഇടുക്കി സെന്റ് ജോർജ് പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ന്യൂമാൻ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്നുമാണ് വിപണിയിൽ വൻവിലയുള്ള 300ഓളം ആന്തൂറിയം ചെടികൾ മോഷണം പോയത്. കഴിഞ്ഞ രാത്രിയിലെത്തിയ മോഷ്ടാക്കൾ സ്കൂൾ മതിൽ ചാടിക്കിടന്ന് തൂമ്പയും കമ്പിയും ഉപയോഗിച്ചാണ് ആന്തൂറിയം ചെടികൾ പറിച്ച് വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയത്. മോഷണം സംബന്ധിച്ച സ്കൂൾ അധികൃതർ ഇടുക്കി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴാണ് ചെടി ഇങ്ങനെ വഴിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറേയേറെ ചെടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് കണ്ടത്. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് ഏതായാലും ഈ ചെടികൾ ഇവിടെ നിന്ന് മോഷണം പോയിരിക്കുക. കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഈ സ്കൂൾ അധികാരികളും PTA കമ്മിറ്റി ഉൾപ്പെടുന്ന ആളുകൾ വളരെ കാര്യമായിട്ട് വളരെ മനോഹരമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും അവർ ഇളക്കിയെടുത്തുകൊണ്ട് ഒരു ടീമായിട്ട് വന്നിട്ടാണ്. കാരണം ഒരു 100-400 ചെടിയോളം മണ്ണിൽ നിന്ന് വലിച്ചു പറിച്ച് എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ 1-2 പേരുണ്ട്. വളരെ ടീമായിട്ട് വന്നിട്ടാണ് ഈ ഒരു ആക്രമണം സ്ഥാപനത്തോട് കാണിച്ചിരിക്കുക. ഇത് ചെടി മോഷണം പോയി എന്നതിനും അപ്പുറം ഇവിടെ സാമൂഹ്യ ജീവിതം ഒരു സുരക്ഷിതമല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ജീവന സംരക്ഷണമില്ല, സ്വത്തിന സംരക്ഷണമില്ല, നമ്മുടെ ഒരു സാധനങ്ങൾക്ക് സംരക്ഷണമില്ല എന്നതിൻ്റെ ഒരു പ്രകടനമായിട്ടാണ്. ഇടുക്കിയിൽ രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കി മോഷ്ടാക്കളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഇടുക്കി സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ ജോർജ് കരിവേലി, PTA പ്രസിഡന്റ് ജോബി ഉരൂരിക്കൽ, സ്കൂൾ HM സെലിൻ CMC, വാഴത്തോപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ജലാലുദ്ദീൻ എന്നിവർ ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. കാട്ടുപന്നിയുടെ ശല്യം മൂലം നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ കയറാതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവായിരിക്കുകയാണ്. വണ്ടൻമേട്, ചക്കുവള്ളം പഞ്ചായത്തുകളിലെ ഏക്കർ കണക്കിന് സ്ഥലത്തെ മരച്ചീനി, നെൽകൃഷി, വിവിധ കിഴങ്ങ് വിളകൾ തുടങ്ങിയവ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഒരാഴ്ച മുമ്പാണ് നെറ്റിത്തൊഴു മേഖലയിൽ കൂട്ടത്തോടെ എത്തിയ കാട്ടുപന്നികൾ മരച്ചീനി കൃഷി നശിപ്പിച്ചത്. നെൽപ്പാടങ്ങൾ കതിരണിഞ്ഞതോടെ നെൽച്ചെടികൾ വൻതോതിൽ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് യാതൊരുവിധ നഷ്ടപരിഹാരങ്ങളും ലഭിക്കുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ആവശ്യപ്പെട്ടു. ഒന്നുകിൽ ഫെൻസിംഗ് വനത്തിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് കാട്ടുപന്നിയും വന്യമൃഗങ്ങളും കയറാതിരിക്കുവാൻ അവിടെ ഫെൻസിങ് ഉണ്ടാക്കണം. അത് ഇലക്ട്രിക് ഫെൻസിങ് ആയിക്കോട്ടെ, ട്രഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളായിക്കോട്ടെ, അതെന്തുമായിക്കോട്ടെ, അതിന് കോടിക്കണക്കിന് രൂപ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി
ഈ സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ്. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇത് കൃഷിക്കാർക്ക് പ്രയോജനപ്പെടണം. കാർഷിക മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരാതെ അതിനെ തടയുവാനുള്ള മാർഗം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ കൂടെ അവലംബിക്കണം. കൂടാതെ വന്യജീവികൾ കൃഷിയിടങ്ങളിൽ കയറാതിരിക്കുന്നതിന് ആവശ്യമായ ഇരുമ്പ് വേലി, വൈദ്യുത വേലി എന്നിവ സ്ഥാപിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകാനും അടിയന്തരമായി സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അണക്കര. കോവിഡ് കാലത്ത് കുടിശ്ശിക വന്നിട്ടുള്ള ബാങ്ക് വായ്പകളിന്മേൽ ജപ്തി നോട്ടീസ് അയക്കുന്ന നടപടിയിൽ നിന്ന് ബാങ്കുകൾ പിന്മാറണമെന്ന് കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറായില്ലെങ്കിൽ കർഷകരെ അണിനിരത്തി സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ലോക്ക്ഡൌൺ കാലത്തും കോവിഡ് വ്യാപന സമയത്തും കർഷകരും തൊഴിലാളികളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ അവർ എടുത്തിട്ടുള്ള ബാങ്ക് വായ്പകൾ കുടിശ്ശിക ആയിരിക്കുകയാണ്. കോവിഡ് കാലത്ത് പോലും വായ്പകൾ തിരിച്ചുപിടിക്കുന്നതിനു വേണ്ടി ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ച് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ബാങ്കുകളുടെ ഭീഷണി മൂലം പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം വായ്പകൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. വായ്പ എടുത്ത കർഷകർക്ക് ഇന്ന് ജപ്തിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അവരെ വ്യാപകമായി നോട്ടീസ് അയക്കുകയും ബാങ്കുകാരെ ഒന്ന് പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നു. മൊറട്ടോറിയം കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് പിഴപ്പലിശ എന്ന് പറഞ്ഞ കർഷകർക്ക് നാമാത്രം കിട്ടാനില്ല. പക്ഷേ അവർക്കിപ്പം ആ ലോൺ കൂടെ കൂട്ടിയടയ്ക്കാനുള്ള സംവിധാനത്തിലേക്ക് ബാങ്കുകാരെ നിർബന്ധിക്കും. ആ സമയത്ത് കാരണം ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് ഇവരുടെ പിഴപ്പലിശ മാത്രമല്ല, ഇവരെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പലിശ പരിപൂർണമായി ഒഴിവാക്കി കൊടുക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയായിട്ട് നമുക്ക് മുന്നോട്ട് നിൽക്കേണ്ടി വരും. ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നും അല്ലാത്തപക്ഷം ഇടുക്കി ജില്ലയിലെ കർഷകരെ അണിനിരത്തി വ്യാപക സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ സെക്രട്ടറി മാത്യു മടിക്കാങ്കൽ, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബിനു ഇലവുംമൂട്ടിൽ, ബിജു കാഞ്ഞിരത്തും കുന്നേൽ, അനീഷ് മങ്കാരത്തിൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അണക്കര. സംസ്ഥാന കാർഷിക ക്ഷേമ വികസന വകുപ്പിന്റെ ജില്ലാതല അവാർഡിൽ കട്ടപ്പനയ്ക്ക് നേട്ടം. ഓണത്തിന് ഒരുമുറം പച്ചക്കറി വിഭാഗത്തിൽ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരത്തിന് കട്ടപ്പന അമ്പലക്കവല സ്വദേശിനി ലൂസി തോമസും, പച്ചക്കറി വികസന പദ്ധതിയിൽ മികച്ച അധ്യാപകനുള്ള അവാർഡ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ അധ്യാപകൻ ജെ അനൂപും നേടിയെടുത്തു. വിജയികളെ സംസ്ഥാനതല പുരസ്കാരത്തിനും പരിഗണിക്കും. കാർഷികക്ഷേമ വകുപ്പ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടപ്പാക്കിയതാണ് സമഗ്ര പച്ചക്കറി വികസന പദ്ധതി. വീടുകളിൽ വിഷരഹിതമായ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയും കാർഷിക വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതികളുടെ ജില്ലാതല വിജയികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. ഹൈറേഞ്ചിൽ സുപരിചിതമല്ലാത്ത സവാള, ഉള്ളി, ക്യാരറ്റ് അടക്കം 26 ഇനം പച്ചക്കറികൾ വീട്ടുമുറ്റത്ത് നട്ടുവളർത്തി പരിപാലിക്കുന്ന കട്ടപ്പന അമ്പലക്കവല പീരിയാനിക്കൽ ലൂസി തോമസ് ആണ് ഈ വർഷത്തെ ഒരുമുറം പച്ചക്കറി പദ്ധതിയിൽ 1ാം സ്ഥാനം നേടിയത്. ആദ്യമായിട്ടാണ് ലൂസി തോമസിനെ തേടി പുരസ്കാരം എത്തുന്നത്. പാവൽ, പടവലം, ബീൻസ്, വഴുതന, വെണ്ടയ്ക്ക, ബീട്രൂട്ട്, കാബേജ്, ഔഷധ ഗുണമുള്ള കെയിൽ, വിവിധയിനം ചീരകൾ, തക്കാളി, മത്തങ്ങ തുടങ്ങി എല്ലാത്തരം പച്ചക്കറികളും സമൃദ്ധമായിട്ടാണ് പുരയിടത്തിൽ വളരുന്നത്. അവാർഡ് ലഭിച്ചതിൽ അതീവ സന്തോഷവതിയുമാണ് ലൂസി തോമസ്. ജില്ലാതലത്തിൽ കൃഷിയുടെ പദ്ധതിയിൽ 1ാം സ്ഥാനം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ കട്ടപ്പന കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരൊറ്റ കഴിവാണ്. ഞങ്ങളുടെ ഫീൽഡിൽ കൂടെ വന്നിച്ച് ഞങ്ങൾക്ക് ഈ പച്ചക്കറി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഒരു ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് തന്നു. അമ്പലക്കവലയിലെ സർക്കിൾ ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളും ഹരിത ഗ്രൂപ്പ് ഭാരവാഹികളും ലൂസി തോമസിനെ നേരിട്ടെത്തി അഭിനന്ദിച്ചു. മാധ്യമപ്രവർത്തകനായ ഭർത്താവ് തോമസ് ജോസും പച്ചക്കറി പരിപാലനത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യവും ആവശ്യകതയും മനസ്സിലാക്കുവാനാണ് കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ കൃഷി ആരംഭിച്ചത്. 50 സെന്റ് സ്ഥലത്തെ കൃഷിയിൽ മികച്ച വിളവാണ് നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. കൃഷി പരിപാലനത്തിന് നേതൃത്വം നൽകിയ കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജെ അനൂപാണ് പച്ചക്കറി വികസന പദ്ധതിയിലെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയത്. NSS വോളണ്ടിയർമാരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് കൃഷി പരിപാലിക്കുന്നതെന്ന് അനൂപ് പറയുന്നു. തോട്ടം നശിച്ചു പോകരുന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഈ തോട്ടത്തിന് ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കുട്ടികൾ കോളേജിലേക്ക് വരാൻ മേലാത്ത സാഹചര്യമായതിനാൽ ഞാൻ തന്നെ പൂർണ്ണമായും ഈ 50 സെന്റ് സ്ഥലത്തെ ഈ തോട്ടത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഈ ഒരു അവാർഡ് ലഭിക്കുവാൻ അല്ലെങ്കിൽ ഈ ബഹുമതി ലഭിക്കുവാൻ കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ രീതിയിലാണ് കൃഷി പരിപോഷിപ്പിക്കുന്നത്. കോളേജിലെ മറ്റ് അധ്യാപകരും കൃഷിയുമായി സഹകരിച്ചതുകൊണ്ടാണ് പുരസ്കാരം നേടുവാനിടയാക്കിയതെന്നും ഈ അധ്യാപകൻ പറഞ്ഞു. കോട്ടയം പാലാ സ്വദേശിയാണ് ജേതാവ്. ജില്ലാതല അവാർഡിന് അർഹരായ ഇരുവരെയും സംസ്ഥാനതല പുരസ്കാരത്തിനും പരിഗണിക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.
മറ്റു വാർത്തകൾ കാണാം ചെറിയുടെ വിളക്കിയ ശേഷം. എന്റെ ഭർത്താവിനും കുട്ടികൾക്കും രുചിയുള്ള നല്ല നാടൻ മീൻകറി ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ മുത്തശ്ശി എനിക്കൊരു രഹസ്യം പറഞ്ഞു തന്നു. ഡെയിലി ഡിലീഷ്യസ് ഫിഷ് മസാല. അടുക്കളയിലെ രുചിക്കൂട്ട് ഇനിയും ഗംഭീരമാക്കാൻ മുത്തശ്ശിയുടെ കൈപുണ്യമുള്ള നല്ല നാടൻ രുചിക്കൂട്ട്. ഡെയിലി ഡെലീഷ്യസ് 100% പരിശുദ്ധമായ കറി പൗഡറുകൾ ആൻഡ് സ്പൈസസ്. പഴമയുടെ പാരമ്പര്യം. KG's presents Hilltown. A luxury retreat in the lap of Kattapana. The charm of Sahyadri. Hotel Hilltown, Kattapana, Idukki. ആഘോഷങ്ങൾ എന്നും മലയാളിയുടെ വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിലും കസ്റ്റമേഴ്സിന്റെ സുരക്ഷ വളരെയേറെ പ്രധാനമാണ്. ഗവൺമെന്റിന്റെ എല്ലാ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് സുരക്ഷിതവും സന്തോഷകരവുമായ ഷോപ്പിംഗ് അനുഭവം 5 നിലകളിലായി ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്ററിന്റെ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. ഷോറൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ കസ്റ്റമേഴ്സിനും ഓട്ടോമാറ്റിക് സാനിറ്റൈസിംഗ് സംവിധാനം, ഗ്ലൗസ്, മെഡിക്കൽ അസിസ്റ്റന്റുമാരുടെ സേവനം, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിച്ചുകൊണ്ടുള്ള ഷോപ്പിംഗ്, ഓരോ കസ്റ്റമറിന്റെ പർച്ചേസിന് ശേഷവും സാനിറ്റൈസേഷൻ. വിശ്വസ്തതയിലും ഗുണമേന്മയിലും വിലക്കുറവിലും ഗായത്രി എന്നും ജനങ്ങളോടൊപ്പം. ആഘോഷിക്കും അതിജീവനത്തിന്റെ ഈ നാളുകൾ ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്ററിനൊപ്പം. കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി GS ഇലക്ട്രിക്കൽ സർവീസ്, നെടുങ്കണ്ടം, കട്ടപ്പന. കാർഷിക ജലസേചന രംഗത്തെ മുൻനിര കമ്പനികളായ കിർലോസ്കർ പമ്പ് സെറ്റുകൾ, എഞ്ചിനുകൾ, ഹോണ്ട ജനറേറ്ററുകൾ, ബ്രഷ് കട്ടറുകൾ, പമ്പ് സെറ്റുകൾ, പവർ സ്പ്രേയറുകൾ, ജെയിൻ ഇറിഗേഷൻ HDP പൈപ്പുകൾ, ഡ്രിപ്പ് ഇറിഗേഷൻ ഐറ്റംസുകൾ, L&T സ്റ്റാർട്ടറുകൾ, സബ്മെർസിബിൾ കേബിളുകൾ. ഒറിജിനൽ സ്പെയർ പാർട്സുകളും കമ്പനി അംഗീകൃത സർവീസ് സെന്ററുകളും വിലക്കുറവിലും ഗുണമേന്മയിലും വിൽപ്പനാനന്തര സേവനത്തിലും എന്നും നിങ്ങളോടൊപ്പം. GS ഇലക്ട്രിക്കൽ സർവീസ്, നെടുങ്കണ്ടം, കട്ടപ്പന. ഹൈറേഞ്ചിന്റെ സ്ഥിരാകേന്ദ്രമായ നെടുങ്കണ്ടത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മൂന്നാർ റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിർമ്മല എന്റർപ്രൈസസ് ജൂലൈ 2 മുതൽ സമീപമുള്ള അതിവിശാലമായ പുതിയ ഷോറൂമിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഏഷ്യൻ, ബർജർ, നെറോലാക്, ഇൻഡിഗോ, MRF കമ്പനികളുടെ പെയിന്റുകൾ, വീട്, ഓഫീസ്, വ്യാപാര സമുച്ചയം തുടങ്ങിയ നിർമ്മിതികൾക്ക് ആവശ്യമായ ഗ്ലാസ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, മൈക്ക, ഗോദ്രേജ് ലോക്കുകൾ, എപ്കോ ഹാർഡ്വെയറുകൾ, കിച്ചൺ ബാസ്ക്കറ്റുകൾ, ACP ഷീറ്റുകൾ, പ്ലൈവുഡ് ഡോറുകൾ തുടങ്ങി കാർപ്പൻട്രി ഉൽപ്പന്നങ്ങൾ, അലുമിനിയം ഫാബ്രിക്കേഷന് ആവശ്യമായ പൈപ്പുകൾ, PVC ഡിജിറ്റൽ ഡോറുകൾ, ടെക്സ്റ്റർ മെറ്റീരിയലുകൾ തുടങ്ങിയവ വിലക്കുറവിൽ ലഭ്യമാണ്. നിർമ്മല എന്റർപ്രൈസസ്, പടിഞ്ഞാറേക്കവല, നെടുങ്കണ്ടം. വണ്ടാനത്ത് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം വണ്ടാനത്ത് ട്രേഡേഴ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് അലുമിനിയം. വണ്ടാനത്ത് ബിൽഡിംഗ്, പുളിയമ്മല റോഡ്, കട്ടപ്പന. അലുമിനിയം ചാനലുകൾ, ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ്, PVC ഡോറുകൾ, സീലിംഗ് ഷീറ്റുകൾ, ACP ഷീറ്റുകൾ, ഫൈബർ ഡോറുകൾ, കർട്ടൻ പൈപ്പുകൾ, കർട്ടൻ ഫിറ്റിംഗ്സുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകൾ, റെയിൽ ഫിറ്റിംഗ്സ്, ഗേറ്റ് ഫിറ്റിംഗ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വുഡ് ആൻഡ് ആർക്കിലിക് കാലുകൾ, വിൻഡ് വെന്റിലേറ്റർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ, സ്റ്റീൽ ഡോറുകൾ, സ്റ്റീൽ, അലുമിനിയം ഫാബ്രിക്കേഷൻ, സീലിംഗ് മെറ്റീരിയൽസുകൾക്കായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം വണ്ടാനത്ത് ട്രേഡേഴ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് അലുമിനിയം, വണ്ടാനത്ത് ബിൽഡിംഗ്, പുളിയൻമല റോഡ്, കട്ടപ്പന. അമ്മയുടെ വാത്സല്യവും അച്ഛന്റെ പരിലാളനവും ഏറ്റുവാങ്ങി ജീവിതത്തിന്റെ പടവുകൾ താണ്ടി ഉയർച്ചയുടെ നെറുകയിലെത്തി ഇന്നവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ വഴിത്താരയിൽ ജവഹർലാൽ നെഹ്റു കോളേജിന്റെ കയ്യൊപ്പ്. കോഴ്സസ് സോഫ്റ്റ്വെയർ, BBA plus Aviation, BCom plus CMA, BCA plus Data Science, Internet of Things, Cyber Security and Forensic Science, BA Multimedia. For more courses and details, please visit our site www.jnias.com. Jawaharlal Nehru Institute of Arts and Science, Balagram, Tookupalam, Idukki. കർഷകൻ മണ്ണിനെ തൊട്ടറിയുന്നത് പോലെ ഞങ്ങൾ കർഷകനെയും അറിയുന്നു. കാർഷിക ജലസേചന ഉപകരണങ്ങളുടെ വിൽപ്പനാനന്തര സേവന രംഗത്ത് 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള G&S ഇലക്ട്രിക്കൽ സർവീസ് ഇനി മുതൽ അടിമാലിയിലും. പ്രമുഖ കാർഷിക ജലസേചന കമ്പനികളായ കിർലോസ്കർ, ഹോണ്ട, ജെയിൻ ഇറിഗേഷൻ, L&T എന്നിവയുടെ പമ്പ് സെറ്റുകൾ, ജനറേറ്ററുകൾ, HDPE പൈപ്പുകൾ, ഡ്രിപ്പ് ഇറിഗേഷൻ ഐറ്റംസ്, സബ്മെർസിബിൾ കേബിൾസ് എന്നിവ മികച്ച ഗുണനിലവാരത്തിലും കുറഞ്ഞ വിലയിലും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. എല്ലാ ഉപകരണങ്ങൾക്കും കസ്റ്റമർ സർവീസും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പാക്കാം ഇനി കുറഞ്ഞ അധ്വാന ഭാരവും മികച്ച പ്രവർത്തനവും. G&S ഇലക്ട്രിക്കൽ സർവീസ്, കട്ടപ്പന, നെടുങ്കണ്ടം, അടിമാലി, കോട്ടയം, എറണാകുളം. High Range Home Appliances presents Grand Sale.
ഈ ഓണത്തിന് സ്വന്തമാക്കാം ലളിതമായ തവണ വ്യവസ്ഥയിലൂടെ ഗൃഹോപകരണങ്ങളും സ്മാർട്ട് ഫോണുകളും, അതും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ സ്പെഷ്യൽ പ്രൈസിൽ. കൂടാതെ നേടൂ നിരവധി സമ്മാനങ്ങളും ബമ്പർ പ്രൈസായി 4 മാരുതി ഓൾട്ടോ കാറുകളും. ഈ ഓണം ആഘോഷിക്കാം ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിനൊപ്പം. ബന്ധങ്ങൾ തുടരട്ടെ കരുതലോടെ. വാർത്തകൾ തുടരുന്നു. ഏലക്ക വിപണന രംഗത്ത് അനിവാര്യമായ മാറ്റം മുന്നിൽ കണ്ട് ഡിജിറ്റൽ സംവിധാനത്തോടു കൂടിയ പുതിയ ഏലക്ക ഓപ്ഷൻ കമ്പനി രൂപീകരിച്ചു. ചെറുകിട കർഷകർക്ക് ന്യായവില ഉറപ്പാക്കുന്നതിനായി വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ലേല കമ്പനി രൂപീകരിച്ചത്. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ 3 ദിവസത്തിനുള്ളിൽ കർഷകർക്ക് പണവും ലഭ്യമാകും. ഇടുക്കി പ്രോഗ്രസീവ് സ്പൈസസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന്റെ നിയന്ത്രണത്തിലാണ് കമ്പനി പ്രവർത്തനം തുടങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ദി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഗ്രേഡ് ആൻഡ് കൊമേഴ്സ് ഓർഡിനൻസ് 2020 പ്രകാരമാണ് പുതിയ ഓപ്ഷൻ കമ്പനിക്ക് രൂപം നൽകിയിരിക്കുന്നതും. സ്പൈസസ് ബോർഡിന്റെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഒരേ സമയം 1000-ലധികം കർഷകർക്ക് ഓപ്ഷനിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. നിലവിലുള്ള ലേല സംവിധാനത്തിലൂടെ കർഷകർക്ക് പണം ലഭിക്കണമെങ്കിൽ 21 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ പുതിയ ഓപ്ഷൻ കമ്പനിയിലൂടെ 3 ദിവസത്തിനുള്ളിൽ കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടിൽ പണം ലഭ്യമാക്കും. രാജ്യത്തിന്റെ എവിടെ നിന്നും മൊബൈൽ ഫോണിലൂടെയും ഓൺലൈനായി ഓപ്ഷനിൽ പങ്കെടുക്കാമെന്ന രീതിയിലാണ് കമ്പനിയുടെ വെബ്സൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏകദേശം 21 ദിവസത്തോളം വരെ സമയമെടുക്കുന്നുണ്ട് കൃഷിക്കാർ വിൽപ്പന നടത്തുന്ന ഏലക്കായുടെ വില കൃഷിക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അത് തന്നെയുമല്ല, നേരത്തെ അതിൻ്റെ വില ലഭിക്കണമെങ്കിൽ 24% മുതൽ 33% വരെ പലിശ നൽകിക്കൊണ്ടാണ് കൃഷിക്കാരൻ്റെ ഉൽപ്പന്നത്തിനുള്ള വില മുൻകൂട്ടി പല ഓപ്ഷൻ കമ്പനികളും കൃഷിക്കാർക്ക് നൽകുന്നത്. ഈ ഒരു സംവിധാനത്തിന് മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലുടനീളം ഏലക്കായുടെ വിപണനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ഏലക്ക എത്തിക്കുന്നതിനും വേണ്ടി ഒരു ഡിജിറ്റൽ ഓൺലൈൻ സംവിധാനമാണ് കാർഡമം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംജാതമാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഇടുക്കി പ്രോഗ്രസീവ് സ്പൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചു. ഈ കമ്പനിയുടെ കീഴിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് തുടങ്ങിയ കമ്പ്യൂട്ടറുകളിൽ സ്വന്തം വീടുകളിൽ, സ്വന്തം സ്ഥാപനങ്ങളിൽ എവിടെ വേണമെങ്കിലും ഇരുന്ന് ഓപ്ഷനിൽ പങ്കെടുക്കാവുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് നിലവിൽ ഈ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ പേരിൽ നിലവിൽ കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. വിപണനത്തിലെത്തിക്കുന്ന ഏലക്കായുടെ ഫോട്ടോ, വീഡിയോ, ഗുണനിലവാര പരിശോധനാ റിപ്പോർട്ട് എന്നിവ സഹിതം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ഏലക്കായുടെ ഉപയോഗം എത്തുന്നതോടൊപ്പം കർഷകർക്ക് മികച്ച വിലയിൽ ലഭ്യമാക്കും. വൻകിട ലോബികളുടെ സ്വാധീനത്തിലാണ് സ്പൈസസ് പാർക്കിൽ ലേലം നടക്കുന്നത്. കർഷകരെ ചൂഷണം ചെയ്യുന്നത് ഇതിലൂടെ ഒഴിവാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി മാത്യു, ജനറൽ സെക്രട്ടറി ഷൈൻ വർഗീസ്, ടോമി ഡൊമിനിക്, PC മാത്യു എന്നിവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാർഷിക ഗ്രാമമായ ഇരട്ടിയാറിലും ചൂടുപിടിച്ചു തുടങ്ങി. 2 തവണ ഭരണ തുടർച്ച നേടിയ UDF വീണ്ടും പഞ്ചായത്ത് ഭരിക്കുമോ? കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ പിന്തുണയോടെ കൂടുതൽ ശക്തരായ ഇടതുമുന്നണി ഭരണം പിടിച്ചെടുക്കുമോ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ചർച്ചകൾ. ഹൈറേഞ്ചിലെ കുടിയേറ്റ ഗ്രാമങ്ങളിലൊന്നായ ഇരട്ടിയാറിൽ 1971 14 വാർഡുകളുമായി ഇരട്ടിയാർ പഞ്ചായത്ത് നിലവിൽ വന്നത്. 32.37 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. ഇരട്ടിയാർ വില്ലേജും വാത്തിക്കുടി വില്ലേജിന്റെ ഏതാനും ഭാഗങ്ങളും ഇരട്ടിയാർ പഞ്ചായത്തിന്റെ ഭാഗമാണ്. 1995-2000 കാലയളവിൽ LDF ഭരിച്ച പഞ്ചായത്തിൽ 2000-2005 കാലയളവിൽ UDF ഭരിച്ചു. 2005-2010 LDF ഭരണം തിരിച്ചുപിടിച്ചുവെങ്കിലും 2010 മുതൽ വീണ്ടും UDF അധികാരത്തിലേറി. പ്രധാനമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ് പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കർഷകക്ഷേമ പദ്ധതികൾ ഏറെ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. ക്ഷീരകർഷകർക്ക് വിവിധ സബ്സിഡികൾ, കന്നുകുട്ടി പരിപാലനത്തിന് പ്രത്യേക പദ്ധതി, കർഷകർക്കായി നടപ്പാക്കിയ പച്ചക്കറി തൈ വിതരണം, ജൈവ കർഷകരെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം ഇവയിൽ ഉൾപ്പെടും. 90% ഗ്രാമീണ റോഡുകളുടെയും നിർമ്മാണവും അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കുടിവെള്ളം എത്താതിരുന്ന ശാന്തിഗ്രാം, നെല്ലിപ്പാറ, ഈട്ടിത്തോപ്പ് തുടങ്ങിയ മേഖലകളിൽ ദുരിത ഗ്രാമീണ ശുദ്ധജല പദ്ധതിയിൽപ്പെടുത്തി കുടിവെള്ളവും എത്തിച്ചു. പഞ്ചായത്ത് പരിധിയിലെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുവാൻ ഹരിതകർമ്മ സേനയെയും രൂപീകരിച്ചു. ഇരട്ടിയാർ പഞ്ചായത്തിൽ 5 വർഷം ഭരണം പൂർത്തീകരണം നടക്കുന്ന ഈ അവസരത്തിൽ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് ഇരട്ടിയാർ പഞ്ചായത്തിൽ നടത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയും കർഷകർക്ക് ആവശ്യമായ
സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ക്ഷീര കർഷകർക്ക് വിവിധങ്ങളായ പദ്ധതികൾ 128 തൊഴുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ പാലിന് സബ്സിഡി, കന്നുകുട്ടി പരിപാലനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ പഞ്ചായത്തിലെ വിവിധങ്ങളായ പഞ്ചായത്തിലെ ചെറിയ ചെറിയ റോഡുകൾ കോൺക്രീറ്റ് ഉൾപ്പെടെ 90% പണികൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈൻ ഇടുകയും അതോടൊപ്പം നാലുമുക്ക്, ശാന്തിഗ്രാം, വീട്ടുത്തോപ്പ് ഭാഗങ്ങളിൽ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു മാർഗങ്ങളില്ലാത്ത ഈ അവസരത്തിൽ കുടിവെള്ളം ഓരോ വീടുകളിലും വീട് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ കുടിവെള്ള പദ്ധതികളുടെയും പടുതാക്കുളം പദ്ധതിയുടെയും പിന്നിൽ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷവും ആരോപിക്കുന്നു. പ്രളയ ദുരിത ഫണ്ടും മന്ത്രി എം എം മണിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.76 കോടിയും ഉപയോഗിച്ചാണ് പഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത്. എന്നാൽ തുക പഞ്ചായത്ത് അനുവദിച്ചതാണെന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഭരണപക്ഷം ശ്രമിക്കുന്നുണ്ടെന്നും ഭരണപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുമെന്നും പ്രതിപക്ഷവും പറയുന്നു. കേരള ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളിൽപ്പെടുത്തി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണിയുന്നതാണ് എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കുകയും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അതിലുപരി നമ്മുടെ ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനം ഈ പഞ്ചായത്തിൽ നടന്നിരിക്കുക. മറ്റു വലിയ പ്രോജക്റ്റുകൾ വേറെ. ഇത്തരത്തിലുള്ള ഈ പദ്ധതികളെല്ലാം ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് പഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF കാണിക്കുന്നത്. ഇരട്ടയാർ പഞ്ചായത്തിൽ 15,584 വോട്ടർമാരാണ് 14 വാർഡുകളിലായുള്ളത്. 14 പഞ്ചായത്ത് അംഗങ്ങളിൽ 8 അംഗങ്ങളാണ് UDFനുള്ളത്. കോൺഗ്രസിന് 5ഉം കേരള കോൺഗ്രസും ജോസു ഭാഗത്തിന് 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയതോടെ UDFന് പഞ്ചായത്തിലെ ഭൂരിപക്ഷവും നഷ്ടപ്പെട്ടു. ഇടതുമുന്നണിക്ക് 6 അംഗങ്ങളാണ് ഉള്ളത്. 4 അംഗങ്ങൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കും 2 അംഗങ്ങൾ CPMനുമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഇരട്ടയാർ. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന ബഹുനില കെട്ടിടം പൊളിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിച്ചു. അടിമാലി ടൗണിൽ മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു അപകടാവസ്ഥയിലായ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത്. ബലക്ഷയമുണ്ടെന്ന കാരണത്താൽ കെട്ടിടത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെങ്കിലും പൊളിച്ചു നീക്കാൻ വൈകിയത് ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പണി കഴിപ്പിച്ച സ്വതന്ത്ര സുവർണ ജൂബിലി സ്മാരക മന്ദിരമാണ് ആവശ്യങ്ങൾക്കൊടുവിൽ പൊളിച്ചു നീക്കുന്നത്. ടൗണിലെ മാർക്കറ്റ് ജംഗ്ഷനിൽ 4 നിലകളായിട്ടായിരുന്നു കെട്ടിടം നിർമ്മിച്ചിരുന്നത്. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചതോടെ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ പഞ്ചായത്ത് ഒഴിപ്പിച്ചിരുന്നു. കെട്ടിടത്തിന്റെ പൊളിക്കൽ ജോലികൾ പുരോഗമിക്കുകയാണെന്നും കെട്ടിടം പൊളിച്ചു നീക്കുന്ന സ്ഥലത്ത് ഉടൻ പഞ്ചായത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KN സഹജൻ പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ മണ്ണാങ്കാലയിൽ ഉണ്ടായിരുന്ന പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഏറെക്കാലത്തെ പഴക്കം അതോടൊപ്പം തന്നെ ഒരു അപകട ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ പൊളിച്ചു പണിയുന്നതിനുള്ള നടപടികളായിട്ടുണ്ട്. പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സാങ്കേതികമായ തടസ്സം കുറേ കാലം നിന്നതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. എങ്കിലും ഇപ്പോൾ അത് പൊളിച്ചു മാറ്റുന്നതിന് ടെൻഡർ കൊടുത്തു. അത് പൊളിച്ചു നീക്കുന്ന നടപടി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരമാവധി 20-25 ദിവസം കൊണ്ട് ആ പ്രവൃത്തി പൂർത്തിയാകും. അതോടൊപ്പം തന്നെ അവിടെ 2 നിലകളായിട്ടുള്ള ഒരു കെട്ടിടം, ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനവും അതിൻ്റെ ടെൻഡർ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ തന്നെ കൂടി വന്നാൽ 3-4 മാസം കൊണ്ട് അവിടെ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉയരും. സ്വകാര്യ കരാർ ഗ്രൂപ്പിനാണ് പൊളിക്കൽ ജോലികളുടെ ഉത്തരവാദിത്തം. ആളുകളെ ഒഴിപ്പിച്ചിട്ടും പഞ്ചായത്ത് പൊളിക്കൽ ജോലികൾ വൈകിപ്പിച്ചത് വലിയ ആക്ഷേപത്തിന് ഇടവരുത്തിയിരുന്നു. ഇവിടെ പുതിയതായി പണിയുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കെട്ടിടത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തെ പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കേണ്ടവർ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് ശോചനീയാവസ്ഥയിലുള്ള ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന മൂന്നാർ ദേവികുളം റൂട്ടിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപമാണ് പരാതിക്കിടവരുത്തിയിട്ടുള്ള പാലം സ്ഥിതി ചെയ്യുന്നത്. പറയത്തക്ക വിസ്താരമില്ലാത്ത ഈ പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് നാളുകളേറെയായി. കാലപ്പഴക്കം ചെന്ന പാലം അതീവ ശോചനീയാവസ്ഥയിലാണ്. പാലത്തിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കേണ്ടവർ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് പ്രദേശവാസികൾ മുൻപോട്ട് വയ്ക്കുന്ന ആക്ഷേപം. ദേവികുളം റോഡിലുള്ള പാലങ്ങൾ പോയി 2018 പോണത്. ഇപ്പോൾ ഒരു 3 വർഷകാലമാச்சு இன்னும் ஒரு யாருமே ஃபுல்லாக நடவடிக்கை எடுக்கலை. சைடு ஃபுல்லாக போய் கிடக்கு. போனாலும் இப்போ அத்தியாவசியம் வரும்போது வண்டி சைடு எடுக்கும்போது சிலப்போ கீழே வண்டி ஸ்கிட்டாக இருக்கிற நிலவெல்லாம் ஆகிருக்கு. அதனால முன்முறிச்சு எடுத்து இந்த പാലത്തുകൾ നടപടിക്ക് ഏതാவது തീരുമാനം பண்ணி ചെയ്യുന്നു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ ശോചനീയാവസ്ഥയുള്ള ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്.
രാത്രികാലത്ത് പാതപരിചയമില്ലാത്ത വാഹനം ഓടിക്കുന്നവർ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയുമേറെയാണ്. പ്രശ്നത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് വാഹനയാത്രികരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. നവംബർ 30 നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ആധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയം മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. നവംബർ 30 നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 400 മീറ്ററിന്റെ സിന്തറ്റിക് ട്രാക്ക്, മധ്യത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ട്, ഡ്രെയിനേജ് സംവിധാനം, കായിക താരങ്ങൾക്കുള്ള വിശ്രമമുറികൾ, പവലിയൻ, ചുറ്റുമതിൽ, പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളോടെ സ്റ്റേഡിയം മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ലോക്ക്ഡൌൺ മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. കിഫ്ബിയുടെ 4,16,00,000 രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത്. പെരുമ്പാവൂർ ആസ്ഥാനമുള്ള ലീ ബിൽഡേഴ്സാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചതനുസരിച്ചാണ് സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടുന്ന സ്റ്റേഡിയമാക്കുന്നത്. ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ടർഫിംഗ്, ഗാലറിയുടെ അറ്റകുറ്റപ്പണികൾ, പെയിൻറ്റിംഗ്, ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ പൂർത്തീകരണം എന്നിവയാണ് ഇനിയുള്ള പണികൾ. അടുത്ത ഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. ഇതിനായുള്ള ടെൻഡർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കാർഷിക ബില്ലിനെതിരെയും ജപ്തി നടപടികൾക്കെതിരെ കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാളെ കളക്ടറേറ്റിന് മുമ്പിൽ ധർണാ സമരം നടത്തും. ധർണാ സമരം EM ആഗസ്തി XMLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫെഡറേഷൻ പ്രസിഡന്റ് YC സ്റ്റീഫൻ അറിയിച്ചു. കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന ചെറുകിട കർഷകർ മറ്റൊരു മരണക്കെണിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തടയണം. ജപ്തി നടപടികൾ നീട്ടിവെക്കണം. 5 വർഷത്തേക്ക് സാവകാശം കർഷകർക്ക് നൽകണം. ഇല്ലെങ്കിൽ ഈ കാലവർഷക്കെടുതിയും മഹാപ്രളയവും കൃഷിയും ജീവിതവും താറുമാറായി തീർന്ന കർഷകരെ സംബന്ധിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനാവാത്ത, ജീവിതം പോലും ഒന്ന് തുന്നിപ്പിടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിഷമിക്കുമ്പോൾ ജപ്തി നോട്ടീസ് കൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ ഇടുക്കി കളക്ടറേറ്റ് പടിക്കൽ ഞങ്ങൾ ധർണ നടത്തുകയാണ്. കർഷക ജനവിരുദ്ധ നയങ്ങളുമായി നീങ്ങുന്ന ഇടതുപക്ഷ ചേരിയിലേക്ക് മാറിയ ജോസ് കെ മാണിയെയും റോഷിയെയും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിയിലെ ആളുകൾ തന്നെ പരാജയപ്പെടുത്തുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്. ഭൂപതിവ് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചേർത്തോണിയിൽ നടത്തിവരുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ 66ാം ദിവസത്തെ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവകക്ഷി യോഗത്തിലും നിയമസഭയിലും ഭൂപതിവ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി വാഗ്ദാനങ്ങൾ പാലിക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായി പ്രിൻസ് ലോക്കോസ് കുറ്റപ്പെടുത്തി. പട്ടയം നൽകിയ മണ്ണിന് പോലും നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ അവകാശങ്ങളുള്ളൂ എന്ന് പറയുന്നത് കർഷകരുടെ ഹൃദയത്തിൽ ആഴമായ മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നതും. കോടതിയിൽ വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ച ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഇടതു സർക്കാർ അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണം. ജീവിക്കുവാനുള്ള അവകാശത്തിന്മേൽ കൈവച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുവാൻ കേരള കോൺഗ്രസിന് കഴിയില്ലെന്നും ലക്ഷ്യം നേടുന്നതുവരെ സമരം തുടരുമെന്നും പ്രിൻസ് ലൂക്കോസ് പറഞ്ഞു. പട്ടയം ലഭിച്ച കർഷകൻ അവന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ അവന്റെ പുരയിടത്തിൽ വന്യജീവികൾ ഇറങ്ങിയാൽ അവനവരോട് പൊരുതിക്കും. അവന്റെ നാണ്യവിളകൾക്ക് വില കുറഞ്ഞാൽ അവൻ പൊരുതിക്കും. പക്ഷെങ്കിൽ അവൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ അവൻ അവകാശമില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, കർഷകനെ സംബന്ധിച്ചിടത്തോളം മനോവീര്യം തകർക്കുന്നതാണ്. ആ സാഹചര്യത്തിൽ അവനോടൊപ്പം പോരാടുവാൻ, അവന്റെ ശബ്ദമാകുവാൻ കേരള കോൺഗ്രസ് ഉണ്ടാകും. അതിന്റെ തലപ്പത്ത് PJ ജോസഫ് ഉണ്ടാകും എന്ന സന്ദേശമാണ് നമ്മൾ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നൽകുന്നത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയട്ടെ. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഫിലിപ്പ് ചേരിയിൽ, പ്രൊഫസർ മെജോ വി കുര്യാക്കോസ്, യൂത്ത് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി VK സലീം, പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം രാജു കല്ലുങ്കൽ എന്നിവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ നോബിൾ ജോസഫ്, VA ഉലഹന്നാൻ, വർഗീസ് വെട്ടിയാങ്കൽ, ജില്ലാ സെക്രട്ടറി KK വിജയൻ, നേതാക്കളായ ടോമി തൈലമനാൽ, ബെന്നി പുതുപ്പാടി, ജോർജ് കുന്നത്ത്, S രവി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി. കഞ്ഞിക്കുഴിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഗ്രാമീണ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. മാർക്കറ്റിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തരിശുനില കൃഷി ചെയ്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി പഞ്ചായത്തുകൾ തോറും ഗ്രാമീണ മാർക്കറ്റുകൾ ആരംഭിക്കുകയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആരംഭിക്കുന്ന നാട്ടുചന്തയുടെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി നാളെ നിർവഹിക്കും.
ഇടുക്കി ജൈവഗ്രാം ഫാർമേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് എന്ന നിലയിലാണ് എല്ലാ ബുധനാഴ്ചകളിലും മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. പഴം, പച്ചക്കറി, മുട്ട, പാൽ, മത്സ്യം, ആട്, കോഴി, മാട് ഇവയെല്ലാം മാർക്കറ്റിൽ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സുഭിക്ഷകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100 ദിന പരിപാടിയിൽ തരിശു കിടക്കുന്ന സ്ഥലങ്ങളിൽ കർഷകരെ കൊണ്ട് ഭക്ഷ്യസുരക്ഷത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച് കൃഷി ചെയ്ത കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് അവർക്ക് ന്യായമായ വില ലഭിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തുകൾ തോറും ഗ്രാമീണ മാർക്കറ്റ് ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 30/10/2020 11 മണിക്ക് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുകയും അതിനുശേഷം എല്ലാ ബുധനാഴ്ചകളിലും മാർക്കറ്റ് തുടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, റോഷി അഗസ്റ്റിൻ MLA, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, CPIM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സുലേഖ, CV വർഗീസ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ ജോഷി മാത്യു, സെക്രട്ടറി കുര്യാക്കോസ് തുണ്ടത്തിൽ, ജോയിന്റ് സെക്രട്ടറി ജോയ് വരിക്കയിൽ, കോർഡിനേറ്റർ പ്രദീപ് MM എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഈസ്റ്റേൺ സ്കൂളിന് സമീപം പണി കഴിപ്പിച്ചിട്ടുള്ള മണൽപ്പടി പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇൻഫന്റ് തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 15, 16, 17 വാർഡുകളിലെ 300ഓളം വരുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന പാലമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള 16ാം വാർഡിലെ മണൽപ്പടി പാലം. ഈസ്റ്റേൺ സ്കൂളിന് സമീപം പണികഴിപ്പിച്ച പാലത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഇൻഫന്റ് തോമസ് നിർവഹിച്ചു. ദീപാ മെമ്പറുടെ 10 ലക്ഷം രൂപയും കൂടെ വന്നതോടുകൂടി ഇനി മഴ മാറിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ മെയിൻ്റനൻസും നടത്താതെ വാഹനങ്ങൾ ഇതിലെ സുഗമമായിട്ട് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിൻ്റെ വികസനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഈ നാട്ടുകാരുടെ ഏറെ ആഗ്രഹമായിരുന്നു. മനീഷ് പറഞ്ഞതുപോലെ ഈ വാർഡ് 16ാം വാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1 കോടിയല്ല 2 കോടിയിൽ പരം രൂപയുടെ വികസനം ജില്ലാ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ നിരവധി വികസനം, പിന്നെ 15ാം വാർഡിൽ ഒക്കെ ഇത് ഈ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഒരു 4 കോടി രൂപയുടെ വികസനം നമുക്ക് കാണാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പാലം തുറന്നു നൽകിയതോടെ 200 ഏക്കർ മെഴുകുചാൽ റോഡിൽ നിന്നും ആളുകൾക്ക് എളുപ്പത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. പഞ്ചായത്തിന്റെ 6ാം വാർഡിനെയും 16ാം വാർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമെന്ന പ്രത്യേകതയും മണൽപ്പടി പാലത്തിനുണ്ട്. ഈസ്റ്റേൺ സ്കൂളിന് സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ, മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷേർലി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. ഇടുക്കി കെയർ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മരിയാപുരം യൂണിറ്റിന് നേതൃത്വം നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലെ ആദ്യ വീടിന്റെ കട്ടളവയ്പ് കർമ്മം നടന്നു. DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ കട്ടളവയ്പ് കർമ്മം നിർവഹിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നേതൃത്വം നൽകുന്ന ഇടുക്കി കെയർ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മരിയാപുരം യൂണിറ്റ് തോമസ് ചെമ്പക്കുളത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടളവയ്പ് വെഞ്ചരിപ്പ് കർമ്മമാണ് ഇന്ന് നടത്തിയത്. സെന്റ് ജോർജ് ഇടവക വികാരി ജോർജ് കരിവേലി ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഇടുക്കി കെയർ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക, കർഷകർക്ക് കൃഷിയിൽ സഹായം നൽകുക, കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് സഹായം നൽകുക എന്നിവയാണ് ട്രസ്റ്റിന്റെ മുഖ്യ പ്രവർത്തനം. മഹാമാരിയുടെ ഈ വലിയ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതേപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ സന്നദ്ധ സംഘടനകൾക്കെല്ലാം കഴിയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മലയോര കുടിയേറ്റ ജനതയുടെ ജീവിതം എത്രത്തോളം പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണ് എന്ന് താഴെ തട്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോളി തയ്യൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്ന DCC സെക്രട്ടറിമാരായ അഗസ്തി അഴകത്ത്, MD അർജുനൻ, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി ജോസഫ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ജലാലുദ്ദീൻ, ജോജോ ചക്കാംകുന്നേൽ, ജോസ് കടപ്പൂർ, തങ്കച്ചൻ വേമാനി, തോമസ് മറ്റക്കാട്ടിൽ, സാബു വെൺകട്ടയ്ക്കൽ, സിസിലി മാത്യു എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് ട്രസ്റ്റി ഭാരവാഹികളായ ജോബി ഇരുരിക്കൽ, K ശ്രീലാൽ, ഷിബു വെട്ടിക്കൽ, റെജി ചിറ്റേട്ട, ആൽഫി ചീരാങ്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് AP ഉസ്മാൻ ആവശ്യപ്പെട്ടു. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ചെറുതോണിയിൽ നടത്തിയ നിൽപ്പ് സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ തൊഴിലും സ്ഥാപനവും സംരക്ഷിക്കുക, ക്ലിനിക്കൽ ബില്ലിലെ അപാകതകൾ പരിഹരിക്കുക, മിനിമം സ്റ്റാൻഡേർഡ് നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, പൊതുജനാരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക,
ലബോറട്ടറി മേഖലയിലെ കുത്തകവൽക്കരണം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഇടുക്കി മേഖലാ കമ്മിറ്റി ചെറുതോണിയിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. പുതിയ നിയമം സാധാരണക്കാരുടെ ചികിത്സാരംഗത്ത് വൻ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ടെക്നീഷ്യന്മാരുടെ യോഗ്യതകൾ സംബന്ധിച്ചുള്ള ഉപാധികൾ ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിൽരഹിതരാക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം രംഗത്ത് വരുന്നതോടുകൂടി MLTയും BLTയും DLTയും ഒക്കെയുള്ള ആളുകൾ മാത്രമേ ഇനി ഈ ജോലിക്ക് പോകാൻ പാടുള്ളൂ എന്ന് വന്നിരിക്കുക. അപ്പോൾ ഈ ബാക്കി കേരളത്തിൽ ഇത് പഠിച്ചവരും സംരംഭം നടത്തുന്ന ആളുകളുമൊക്കെ കേരളീയ സമൂഹത്തിൽ തന്നെ സർക്കാരിന് നികുതി കൊടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ള ആളുകളാണ്. ഈ നാട്ടിലുണ്ടായിട്ടുള്ള എല്ലാ ആരോഗ്യരംഗത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിശോധനാ റിസൾട്ടുകൾ കൂടി അതുമായി ബന്ധപ്പെട്ട് MBBS PG ഡോക്ടർമാർ അതിനാവശ്യമായ മരുന്ന് കുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംസ്ഥാനത്താണ് ഈ ആളുകൾ ഈ തൊഴിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമനിർമ്മാണങ്ങൾ? വൻകിട കോർപ്പറേറ്റുകൾ 2000 സ്ക്വയർ ഫീറ്റിൽ ആശുപത്രി ലാബറട്ടറി നടത്തണമെങ്കിലും അതുപോലെ MBBS ഡോക്ടറെ കിട്ടണമെങ്കിലും ഒരു രക്തം പരിശോധിക്കാതിരുന്ന ഒരാളുടെ നേരത്തെ ചെയ്ത് 500 രൂപയെങ്കിലും വാങ്ങിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം MBBS ഡോക്ടർക്ക് അത്രമാത്രം പൈസ കൊടുക്കാം. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്കും യോഗ്യതയില്ലെന്ന് പറയുന്നതിനു പകരം ഒരു ക്രാഷ് കോഴ്സിലൂടെ ഇവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ അപാകതകൾ പരിഹരിക്കണമെന്നും ഉസ്മാൻ ആവശ്യപ്പെട്ടു. ചെറുതോണി നടന്ന സമരത്തിൽ KPMTA നേതാക്കളായ ശ്രീലേഖ ദിലീപ്, സിന്ധു ബിനോയ്, ആലീസ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി. ഇരട്ടിയാർ കൊച്ചുതുണ്ടിപ്പടി മണ്ണാത്തിപ്പടി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുക വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത്. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡാണ് കൊച്ചുതുണ്ടിപ്പടി മണ്ണാത്തിപ്പടി റോഡ്. ആദ്യം ഒരു ചെറിയ നടപ്പുവഴി മാത്രമായിരുന്നു ഇത്. തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഒരു വാഹനം കടന്നു പോകുന്ന വിധത്തിൽ റോഡ് നിർമ്മിച്ചു. എന്നാൽ മൺവഴിയായതിനാൽ മഴക്കാലത്ത് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ വാഹന ഗതാഗതം ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് പ്രദേശത്തെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റജി പുലിക്കാട്ട് റോഡിനായി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ചതും. ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നതും. ഇരട്ടിയാർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ കൊച്ചുതുണ്ടിപ്പടി മണ്ണാത്തിപ്പടി റോഡാണിത്. 1985 ഒക്കെ ആയ സമയത്താണ് ഇവർ മൺമണി ചെയ്ത് നടപ്പ് റോഡായിരുന്നു ഇത്. അതിൻ്റെ മൺമണികളൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ ഇവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമാണ്. ഇവിടെ ഒരു 3.5 ലക്ഷം രൂപ വെച്ച് ഇതിൻ്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ തന്നെ സോളിങ്ങും ടാറിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ മേഖലയിലുള്ള ആളുകൾക്ക് യാത്രാ കണക്ഷൻ പരിഹരിക്കുന്നതിനുള്ള ക്രമീകരണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ഉൾപ്പെട്ട റോഡ് കൂടിയാണ് ഇത്. റോഡ് വീതി കൂട്ടി മൺപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് കോൺക്രീറ്റ് പണികൾ നടത്തിയതും. ഞങ്ങൾക്ക് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ റോഡ് കൂടെ വണ്ടി പോവുകയായിരുന്നു. ഞങ്ങൾ എല്ലാ വീടുകളിലും കാറ്റ് വേഷനിലും ഒക്കെ ഉള്ള രാത്രിയിലൊരു വണ്ടി വരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും ഞങ്ങളുടെ റെജി മെമ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഈ വാർഡിൽ വളരെയധികം നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. 86 ജനുവരി 1-ാം തീയതിയാണ് ഇതൊരു ഈ നടപ്പുവഴി ഒരു കൊച്ചു ജീപ്പ് റോഡായിട്ട് കിട്ടിയത്. നമ്മുടെ റെജി ഇരിപ്പിലിക്കാത്ത അത് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഈ 4-ാം വാർഡിൽ സമരം കൂടെ തന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെമ്പറെ കിട്ടി. അങ്ങനെ ചെയ്ത എല്ലാ സേവനങ്ങൾക്ക് ഞങ്ങളെന്നും നന്ദിയുണ്ട് കടപ്പെട്ട ആൾക്കാരാണ്. റോഡ് നവീകരണം പൂർത്തിയായതോടുകൂടി വർഷങ്ങളായുള്ള തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന സന്തോഷത്തിലാണ് പ്രദേശവാസികളും. ഇടുക്കി വിഷൻ ന്യൂസ്, ഇരട്ടിയാർ. വാർത്തകൾ സമാപിക്കുന്നു. ഇനി കമ്പോള വില നിലവാരം. കമ്പോള നിലവാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു സ്മാർട്ട് ഹോമിന് തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം.
നിലവാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഒരു സ്മാർട്ട് ഹോമിന് തുടക്കം കുറിക്കൂ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. കമ്പോളം സമാപിക്കുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ജുവല്ലേഴ്സ് മെഗാ എക്സ്ചേഞ്ച് മേള. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയതോ പുതിയതോ ആയ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഇതാ കേരള ജുവല്ലറിയുടെ പുതിയ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങാം. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. കേരള ജുവല്ലേഴ്സ്, കട്ടപ്പന, നെടുങ്കണ്ടം, അണക്കര. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള ജുവല്ലേഴ്സ് മെഗാ എക്സ്ചേഞ്ച് മേള. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയതോ പുതിയതോ ആയ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഇതാ കേരള ജുവല്ലറിയുടെ പുതിയ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങാം. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. കേരള ജുവല്ലേഴ്സ്, കട്ടപ്പന, നെടുങ്കണ്ടം, അണക്കര. ഇനിയൊരു അറിയിപ്പാണ്. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ BSc കെമിസ്ട്രി, ഫിസിക്സ്, ഗണിതശാസ്ത്രം, BVoc, DTP എന്നീ എയ്ഡഡ് കോഴ്സുകളിലും BA മലയാളം, എക്കണോമിക്സ് എന്നീ സെൽഫ് ഫിനാൻസ് കോഴ്സുകളിലും കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് വിഭാഗത്തിലും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായ വിദ്യാർത്ഥികൾ നവംബർ 2 മുമ്പായി കോളേജുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി 82 81 75 42 04 94 47 30 24 21 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇന്ന് 7020 പേർക്ക് കൂടി കോവിഡ്. ഇടുക്കി ജില്ലയിൽ 4 വയസ്സുകാരനുൾപ്പെടെ 168 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 66 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഉപ്പുതറ 10 ഏക്കറിൽ തടിമാഫിയ പിടിമുറുക്കുന്നു. 10 ഏക്കർ കല്ലുകാട്ടിലാണ് പീരുമേട് ടീ കമ്പനി വക തൊഴിലാളികൾക്ക് വീതിച്ചു നൽകിയ സ്ഥലത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തേക്ക് തടിയടക്കം മുറിച്ചു കടന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതായി ആരോപണം. ഇത്തരത്തിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലറും കുമളി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടി. എന്നാൽ കുമളി ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് വന്നത് ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവാകാമെന്ന് നഗരസഭാ കൗൺസിലർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണത്തിന് മാർഗനിർദ്ദേശങ്ങൾ ഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ പ്രചരണത്തിൽ ഉപയോഗിക്കാം. എന്നാൽ പ്ലാസ്റ്റിക്, PVC വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തും. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് നബിദിനം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ റാലിയോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെയാണ് വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചത്. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.